കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ ദൂത് നമ്മുടെ ഹൃദയത്തിന് ബലമായി, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ധൈര്യമായി തീരത്തക്ക നിലയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായി ആഴമായി ഇടപെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കൾക്ക് യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 12 അധ്യായം 18 വാക്യം, രാജാക്കന്മാർ ബന്ധിച്ചതിനെ അഴിക്കുന്നു, അവരുടെ അരയ്ക്ക് കയറ് കെട്ടുന്നു. നമുക്ക് വളരെ സുപരിചിതമായ ഒരു തിരുവെടുത്താണ് ഇയ്യോബിൻ്റെ പുസ്തകം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ആഴമായി തൊടുന്നൊരു ദൂത്. രാജാക്കന്മാർ ബന്ധിച്ചതിനെ അഴിക്കുന്നു. ദൈവം ഇന്ന് ചില കുടുംബങ്ങളെ നോക്കി ശക്തമായി ഇടപെടുക. രാജാക്കന്മാർ ബന്ധിച്ചതിനെ അഴിക്കുന്ന ദൈവപ്രവർത്തി. ദൈവത്തിൻ്റെ പൈതലേ, ജീവിതത്തിൽ ചില നന്മകൾ വരേണ്ട സമയം കഴിഞ്ഞു. ചില വിടുതലുകൾ ലഭിക്കേണ്ട സമയം കടന്നുപോയിരിക്കുന്നു. ഇന്നും ജീവിതത്തിൽ കരകയറാത്ത നിലയിലുള്ള ആ ഒരു അനുഭവം ഇരുട്ടിൽ ആയിരിക്കുന്നത് പോലെ, കൂടാരത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ, എപ്രകാരം രക്ഷപ്പെടാൻ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അതിനെ ബന്ധിച്ചു കളയുന്ന ചില രാജാക്കന്മാർ ബന്ധിക്കുന്നത്, ശത്രു ബന്ധിക്കുന്നത്, ചില വ്യക്തി ജീവിതങ്ങൾ ബന്ധിക്കുന്നത്, ആ മേഖല നോക്കി പരിശുദ്ധാത്മാവ് ദൂത് വെളിപ്പെടുത്തുക. അത് അഴിക്കുന്ന സമയത്തിലേക്ക് പരിശുദ്ധാത്മാവ് സാഹചര്യങ്ങളെ എത്തിച്ചിരിക്കുകയാ. ദൈവത്തിൻ്റെ പൈതലെ, ആരൊക്കെ ബന്ധിച്ചാലും ദൈവത്തിൻ്റെ സമയത്ത് അത് അഴിഞ്ഞിരിക്കും. ദൈവം അത് അഴിച്ച് കളഞ്ഞിരിക്കും. അഴിച്ചു മാറ്റുന്നൊരു ദൈവപ്രവൃത്തി, ആ ബന്ധനങ്ങളെ തകർക്കുന്ന ദൈവപ്രവൃത്തി, ശത്രു വെച്ചിരിക്കുന്ന നുകത്തെ ഉടച്ചു കളയുന്ന ദൈവപ്രവൃത്തി, രാജാക്കന്മാർ ബന്ധിച്ചതിനെ അഴിക്കുന്നുവെന്ന് വചനം അതിശക്തമായി പരിശുദ്ധാത്മാവ് ഇന്ന് ദൂത് വെളിപ്പെടുത്തുക. ബാലന്മാരെ ബന്ധിച്ച് തീച്ചൂളലിട്ടില്ലേ? ദൈവം അഴിച്ചില്ലേ? കർത്താവ് കൂടിയിരുന്ന് അവരുടെ കെട്ടുകളെ അഴിച്ചതുപോലെ, അവരുടെ ബന്ധനങ്ങളെ അഴിച്ചതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൂത് വെളിപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ പൈതലേ, ആ തടസ്സമായി നിൽക്കുന്ന അനുഭവങ്ങളെ ദൈവം നീക്കം ചെയ്തിരിക്കും. ഇന്ന് പരിശുദ്ധാത്മാ ചില കുടുംബങ്ങളോട് ശക്തമായി ദൂത് വെളിപ്പെടുത്തുക. രാജാക്കന്മാർ ബന്ധിച്ചിട്ടുണ്ടോ? ചിലത് തരാതെ ആയിരിക്കുന്ന രാജ്യത്ത്, ആയിരിക്കുന്ന ഇടത്ത്, ആയിരിക്കുന്ന സ്ഥലത്ത് ചിലതൊക്കെ ഇങ്ങനെ ബന്ധിച്ചു വെച്ചിരിക്കുകയാണോ? ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന സാഹചര്യമാണോ? ദൈവത്തിൻ്റെ പൈതലേ, ആ ബന്ധനം പൊട്ടും, ആ ബന്ധനങ്ങൾ അഴിയും. സ്വർഗം വെളിപ്പെടുത്തുന്ന ദൂത, ഈ വചനത്തിൻ്റെ ശക്തി നിന്റെ അവകാശത്തിന്മേൽ ശത്രു വെച്ചിരിക്കുന്ന ബന്ധനങ്ങളെ അഴിക്കുന്നൊരു ദൈവപ്രവർത്തി നടക്കുന്നുണ്ട്. ചില തടസ്സങ്ങളെ മാറ്റുന്ന ദൈവപ്രവർത്തി നടക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇന്നായിരിക്കുന്ന മണ്ഡലങ്ങളിൽ എവിടെയാണോ മുന്നേറ്റത്തെ, മുമ്പോട്ട് നീങ്ങുവാൻ, പുരോഗതിക്കെതിരായി, ജീവിതത്തിൽ എതിരായി നിൽക്കുന്ന ആ മേഖലകളെ അഴിച്ചു മാറ്റുന്ന, തകർക്കുന്ന ഒരു ദൈവപ്രവർത്തി പരിശുദ്ധാത്മാവ് ഇന്ന് ചെയ്തെടുക്കുന്നുവെന്ന് ആഴവും ശക്തവുമായി ദൂത് വെളിപ്പെടുത്തുവാൻ വചനം ആഴമായി വിശ്വസിക്കട്ടെ. എൻ്റെ തലമുറയെ ബന്ധിക്കുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൻ്റെ ഭാവിയെ ബന്ധിക്കുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൻ്റെ നന്മകളെ ബന്ധിക്കുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലകളെ ബന്ധിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ പൈതലേ, ഏത് വ്യക്തി ബന്ധിച്ചാലും, ശത്രു ബന്ധിച്ചാലും, രാജാക്കന്മാർ ബന്ധിച്ചാലും അഴിക്കുന്നൊരു ദൈവം. കഴിഞ്ഞ കാലങ്ങളിൽ ബന്ധിക്കുന്ന സമയഘട്ടങ്ങളായിരുന്നെങ്കിൽ
ഇന്ന് ദൈവം ആ മേഖലയെ തൊടുന്ന, ആ മേഖലയെ സ്വാതന്ത്ര്യം കൽപ്പിക്കുന്ന, അവിടുന്ന് ലഭിക്കേണ്ട നന്മകൾ, അവിടുന്ന് ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ, ദൈവത്തിൻ്റെ പൈതലേ മുന്നേറ്റത്തെ തടുത്തു വയ്ക്കുന്ന മണ്ഡലത്തെ തകർത്തുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം ദൈവം വെളിപ്പെടുത്തും. ദൈവത്തിൻ്റെ ശക്തി ദൈവം വെളിപ്പെടുത്തും. ഏത് ബന്ധനമാണെങ്കിലും, ഏത് പോരാട്ടങ്ങളാണെങ്കിലും, ഏത് തടസ്സങ്ങളാണെങ്കിലും ദൈവത്തിൻ്റെ പൈതലേ അത് മാറാൻ പോവുക. നിൻ്റെ അവകാശത്തിൽ നിന്ന് അത് മാറാൻ പോവുക. നിനക്ക് ലഭിക്കേണ്ട മേഖലയിൽ നിന്ന് ദൈവം അത് മാറ്റാൻ പോവുക. ആ നിലവാരത്തിലാ ദൈവത്തിൻ്റെ പ്രവൃത്തിയും ദൈവത്തിൻ്റെ ശക്തിയും വെളിപ്പെട്ട് വരാൻ പോവുക. രാജാക്കന്മാർ ബന്ധിച്ചതിനെ അഴിക്കുന്നൊരു സ്വർഗം, അഴിച്ചു മാറ്റുന്നൊരു ദൈവം, ഒരു സ്വാതന്ത്ര്യം ഈ ദിവസങ്ങളിൽ നന്മകളുടെ മേലുണ്ട്, ആത്മീയ നന്മകളുടെ മേലുണ്ട്, ഭൗതിക നന്മകളുടെ മേലുണ്ട്. ദൈവത്തിൻ്റെ പൈതലേ കുടുങ്ങിപ്പോകത്തില്ല, ബന്ധിക്കപ്പെട്ടു പോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ദൈവം വിടുവിക്കും, ദൈവം സഹായിക്കും, ദൈവം അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കട്ടെ. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് കേൾപ്പിച്ച അങ്ങയുടെ വിലയേറിയ ശബ്ദത്തിനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. കർത്താവേ, ദൈവം തകർക്കുന്ന ബന്ധനങ്ങളെ തകർക്കുന്ന ദൈവ പദ്ധതി കൂടാരത്തിൽ വെളിപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ശക്തി കർത്താവേ തടസ്സങ്ങളെ നീക്കി, ബന്ധനങ്ങളെ നീക്കി സ്വാതന്ത്ര്യം കൽപ്പിക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്, ഈ വചനം വിടുതലായി തീരട്ടെ. ഈ വചനത്തിലെ ദൈവശക്തി കർത്താവേ ആഴമായി ജനഹൃദയത്തെ തൊടുവാൻ, ദൈവമക്കളെ തൊടുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.